സെബാസ്റ്റ്യനുമായി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ അടിമുടി ദുരൂഹതയാണ്. മനുഷ്യ ശരീരഭാഗങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഘുനാഥ് നാരായണനും ഷിനോ ജസ്റ്റിയുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പലതവണ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറം ചെങ്ങന്തറയിലെ വീട്ട് പരിസരത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. വീടിന്റെ പല ഭാഗങ്ങളും നേരത്തെ കുഴിച്ചു, വീടിനുള്ളിൽ പല രീതിയിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അന്ന് തെളിവുകൾ കിട്ടിയിരുന്നില്ല. 2017 ഇയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തുവെന്നും എങ്കിലും അന്ന് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ലഭിച്ചത്. വ്യക്തത ഉണ്ടായിരുന്നില്ല. നുണപരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചുവെങ്കിലും ആരോഗ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ വിസമ്മതിക്കുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനകളും വഴിമുട്ടിയിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തുടരന്വേഷണങ്ങൾ ഉണ്ടാവുകയാണ്. പള്ളിപ്പുറത്തെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലെ വീടിന് സമീപത്ത്, വീടിന് ഉള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് സ്വീകരണ മുറിയിൽ രക്തക്കറ കണ്ടെത്തിയത്. രക്തക്കറ കണ്ടെത്തിയ ഭാഗത്ത് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ വിശദമായ പരിശോധന അന്ന് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ തന്നെ നേരിട്ട് എത്തിച്ചുകൊണ്ട് അവിടെ നടത്തുന്നത്. രഘുനാഥാരായണനാണ് വിവരങ്ങളുമായി തുടരുന്നത്. രഘു, രക്തക്കറ കണ്ടെത്തിയത് അന്വേഷണത്തിലൊരു വഴിത്തിരിവാണല്ലോ. ഈ രക്തക്കറയിൽ വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ നടക്കുകയല്ലേ? അതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടോ? ഈ ജൈനമ്മയിലേക്കല്ലേ കൂടുതലായും? ജൈനമ്മയുടെ മൃതദേഹമാകാം. അതേസമയം തന്നെ ജൈനമ്മയുടെ ഫോണിൽ നിന്ന് സഹോദരന് മിസ്ഡ് കോൾ ഉൾപ്പെടെ ലഭിച്ചത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സെബാസ്റ്റ്യന് മറ്റ് സഹായം ലഭിക്കുന്നു എന്നതുകൂടി കുറെ കൂടി സംശയം ബലപ്പെടുകയല്ലേ? രതീഷ്, വീടിനുള്ളിൽ നിന്ന് ലഭിച്ച രക്തക്കറയുടെയും വീട് പരിസരത്ത് നിന്ന് വീണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെയും DNA പരിശോധനാ ഫലമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. നിലവിൽ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ഐഷ, ജൈനമ്മ, ഈ 3 പേരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യാൻ വേണ്ടി 2 ആഴ്ചക്കകം മാത്രമേ ആ DNA പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ. അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ സെബാസ്റ്റ്യൻ ഇത്രയും വലിയ ഒരു കുബുദ്ധിയുള്ള, അതിസമൃദ്ധമായി കൊലപാതകം ചെയ്ത് മറച്ചു വെക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ദൃശ്യം മോഡലിലൊക്കെ നടന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായേക്കാം എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് ഈ DNA പരിശോധനാ ഫലം വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോൾ. കാരണം ഇത്ര ഒരു പ്രമാദമായ ഒരു കേസായിട്ടും ഒരു ഘട്ടത്തിൽ പോലും, അതായത് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസങ്ങളായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാർത്താക്കുറിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ആശങ്കയുണ്ട്, സംശയങ്ങളുണ്ട്. കാരണം അവരുടെ മുന്നിലുള്ളൊരു മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാന്നാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതിയെ കാണാതാവുന്നു. ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവരെ മുൻ ഭർത്താവിന്റെ വീടിന്റെ കക്കൂസ് ടാങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ആ കക്കൂസ് ടാങ്ക് പൊളിച്ച് വിവരം അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് യാതൊരുവിധമായ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. കുറച്ച് മുടികളും മറ്റു ക്ലിപ്പുകളും പരിശോധനകൾ തുടരുകയാണ്. സെബാസ്റ്റ്യനെ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർ കാണുന്നത്.